എന്താണ്? അല്ല, എനിക്ക് ഇവിടുന്ന് 10,000 റുപ്യ ഇട്ടാണ്ട്. 10,000 റുപ്യോ? ആ. എന്ത് 10,000 റുപ്യ? ജയിലിൽ കിടന്നതിന് 10,000 റുപ്യ കിട്ടണം. എനിക്ക് തരണം അത്. നിങ്ങൾ ജയിലിൽ കിടന്നിട്ടുണ്ടോ? ആ. ഓ അത് ശരി. 10,000 റുപ്യ നിങ്ങൾ എന്താ ഉദ്ദേശിച്ചത്? 10,000 റുപ്യ ജയിലിൽ കിടന്ന ആൾക്ക് കിട്ടുന്നുണ്ട്, ഗവൺമെൻറ്. ആ അത് ശരി. ജയിൽ ശിക്ഷ കഴിഞ്ഞ് വരുന്ന ആളുകൾക്ക് കൊടുക്കുന്ന ധനസഹായമാണ് പറയുന്നത് നിങ്ങൾ? അതെ. ആ, അപ്പോൾ എത്ര വർഷം നിങ്ങൾ അവിടെ ജയിലിൽ കിടന്ന്? ഞാൻ 3 വർഷം. 3 വർഷമോ? അയ്യോ, അപ്പോൾ കിട്ടില്ലല്ലോ. 5 വർഷമെങ്കിലും ജയിലിൽ കിടക്കണം. അങ്ങനെയുള്ള ആൾക്കാർക്കാണ് ഇത് കൊടുക്കുക. അയ്യ, ആ കാലിനടിച്ച തലക്കടിച്ചാൽ മതിയായിരുന്നു. അപ്പൊ കിട്ടൂല അല്ലേ? ഇല്ല, അത് കിട്ടൂല. അപ്പൊ വേറൊരു കാര്യമുണ്ട്. ആ, എനിക്കൊരു 3 വർഷത്തെ തടവ് കൂടി വരാനുണ്ട്. 3 വർഷത്തെ തടവ് കൂടി വരാനുണ്ട് ശിക്ഷ. 3 വർഷം ശിക്ഷിച്ചോ? ആ ഇല്ല, ശിക്ഷിച്ചില്ല, ശിക്ഷിക്കും. ശിക്ഷിക്കും. അപ്പൊ അത് വരട്ടെ, വരുമ്പോ നോക്കാം. കൂട്ടിത്തരാനാവില്ലേ? അയ്യോ, കൂട്ടിത്തരാൻ പറ്റില്ലേ. അതെ. അല്ല, ശിക്ഷ വന്നിട്ടില്ലല്ലോ. ആദ്യം ശിക്ഷ വരട്ടെ, എന്നിട്ട് ആ ശിക്ഷ നിങ്ങൾ അനുഭവിച്ച് കഴിഞ്ഞിട്ട് വരണം. അപ്പോഴല്ലേ നമുക്ക് തരാൻ പറ്റുള്ളൂ. അപ്പൊ ശരി, കിട്ടൂല അല്ലേ? കിട്ടില്ലേ, അതാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല കുഴപ്പമില്ല. എൻ്റെ വീട് എവിടെ? ചോദിച്ചോട്ടില്ലേ വീടെടാ? സാറേ, അയാൾ നിന്നെ എൻ്റെ വീഡിയോ ചോദിച്ചേ? ആർക്കറിയാൻ? പരിചയമുണ്ടോ നീ? പരിചയമില്ല. ഞാൻ ഇപ്പം ഇവിടെ വന്നേരം കാണുന്നല്ലേ. ഇടക്കിടക്ക് ഇങ്ങ് നോക്കുന്നുണ്ട് എന്നാ. അറിയില്ലേ ബാബാ സാറേ, ഈ മിശ്ര വിഭാഗത്തിൻ്റെ ധനസഹായം കിട്ടുമല്ലോ. അപ്പം അതിന് 2 മതത്തിൽ നിന്ന് കല്യാണം കഴിച്ചാൽ പൈസ കിട്ടുന്ന പരിപാടി അതെ, എവിടെയാ പറയേണ്ടത്? ഇവിടുത്തെ സാറിനോട് സംസാരിച്ചു. സാറേ നമസ്കാരം. ആയിരിക്കും. എന്താ സാറേ, ഞമ്മളെ പേര് മൊയ്തു. മൊയ്തു എന്നാണ് എൻ്റെ പേര്. ഓ പറഞ്ഞോ. ഇത് പ്യാരിജാതൻ ദിവാരൻ, എൻ്റെ ചെങ്ങായി ദിവാരൻ്റെ മോനാണ്. അപ്പൊ ഇവൻ ഇപ്പോൾ ഒരു പെൺകുട്ടീനെ കല്യാണം കഴിച്ചല്ല, ഒരിഷ്ടത്തിലേനി. അപ്പം അത് കോയാന്ന് പറഞ്ഞ ഒരാളെ മോളാ സൂറ, ഓളെയാണ് ഇപ്പോൾ കല്യാണം കഴിച്ചിരിക്കുന്നത്. അപ്പോൾ കല്യാണം കഴിച്ചപ്പോൾ 2 ഇപ്പം എൻ്റെ പെരയിലാണ് താമസിക്കണത്. വേറെ ആരും സ്ഥലം കൊടുത്തില്ല. അപ്പം ഞാൻ എൻ്റെ പെരയിൽ ചെറിയൊരു ചായ്പുണ്ട്, അത് വാടക കൊടുത്തിട്ട് അപ്പോൾ അവിടെയാണ് നിൽക്കണത് ഇപ്പോൾ അവർ. അപ്പോൾ അത് ബാക്കി പറഞ്ഞു കൊടുത്തു. സാറേ, ഈ മിശ്ര വിവാഹിതരായവർക്ക് സർക്കാരിൽ നിന്നൊരു ധനസഹായം കിട്ടുമെന്ന് രാഷ്ട്രീയത്തിലൊക്കെ നടക്കണ മന്മതേട്ടൻ പറഞ്ഞേ. ഇപ്പം എൻ്റെ വീട്ടിലും സ്വീകരിക്കണില്ല, അവളുടെ വീട്ടിലും ഞങ്ങളെ കയറ്റണില്ല. അപ്പോൾ ആ ഒരു ധനസഹായം ഒന്ന് കിട്ടിയ എന്തെങ്കിലും ഒരു കാര്യം സ്വന്തമായിട്ട് ചെയ്ത് അന്തസ്സായിട്ട് ജീവിക്കാമെന്ന് കരുതിയിട്ടാണ്. ഈ മിശ്ര വിവാഹിതരായിട്ടുള്ള ആളുകളെയൊക്കെ പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായിട്ട് സർക്കാരിൽ നിന്ന് നമുക്ക് ധനസഹായം കിട്ടുന്നുണ്ട്. പക്ഷെ അത് പെട്ടെന്ന് കിട്ടില്ല, കുറച്ച് സമയം എടുക്കും. 1 മാസം എടുത്താലും കുഴപ്പമില്ല. 1 മാസമല്ല, കുറച്ച് സമയം എടുക്കും. അതാണ്. അപ്പൊ എന്തായാലും അപേക്ഷ നിങ്ങൾ കൊടുക്ക്. ഇതിപ്പോ എന്താ സാർ, ഇവര് ജീവിക്കാൻ മാർഗമില്ല. ഇപ്പൊ ഒരു പണിയെടുത്തത് ഇപ്പൊ ഈ ഹോട്ടലിൽ നിന്നൊക്കെ ഭക്ഷണം പെരയിലേക്ക് എത്തിക്കുന്ന ഒരു വണ്ടിയിൽ കൊണ്ടുവന്ന ഒരു പണി ആ കുട്ടീന്റെ വാപ്പ കൊണ്ടുപോയിട്ട് ഇല്ലാണ്ടാക്കി. ഇങ്ങനെ ഒരു വൃത്തിയട്ട മനുഷ്യൻ അധ്വാനിക്കാൻ തയ്യാറാണ്. അപ്പൊ പെട്ടെന്ന് അന്വേഷിച്ചിട്ടൊരു നല്ലൊരു ജോലി കിട്ടണില്ല. അപ്പൊ ഇത് പ്രതീക്ഷിച്ചിട്ട് നിങ്ങൾ നിൽക്കരുത്. അതാ ഞാൻ പറയുന്നത്. കാരണം 2018 മുതലുള്ള അപേക്ഷകൾ നമുക്ക് ഇവിടെ കെട്ടിക്കിടക്കുകയാണ്. ഇപ്പൊ ഫണ്ട് വരുന്ന മുറയ്ക്ക് നമ്മൾ കൊടുക്കും. പക്ഷെ ഒരു ടേം ഫണ്ട് വന്നു കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഒരു 5-8 പേർക്കൊക്കെ കൊടുക്കാൻ പറ്റുന്നുള്ളൂ. അപ്പൊ ഇങ്ങനെ കുറെ കല്യാണങ്ങൾ നടക്കുന്നുണ്ടല്ലേ? പിന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. നല്ല കാര്യമാണ്. ഈ ജാതി മതവും നോക്കാതെ നമ്മൾ ഇഷ്ടപ്പെട്ടവരെ കല്യാണം കഴിച്ച് താമസിക്കണവർക്കൊരു സഹായമായിട്ടല്ലേ ഈ ഫണ്ട് ഉള്ളത്. അതെ, അതന്നെയാണ്. അപ്പൊ അവരൊരു ആവശ്യങ്ങൾക്ക് സമയത്ത് കൊടുക്കലല്ലേ സാറേ? കൊടുക്കേണ്ടതാണ്. അല്ല, നിങ്ങളൊന്ന് മനസ്സുവെച്ചാൽ നടക്കും. നമുക്ക് അതിൽ എതിരഭിപ്രായമൊന്നും ഇല്ലേ. പക്ഷെ എന്തായാലും നമുക്ക് ആദ്യം ആപ്ലിക്കേഷൻ പോട്ടെ കേട്ടാ.
അരേ ഓരോരുത്തർ എങ്ങനെയൊക്കെ ജീവിക്കണം എന്തൊക്കെ അനുഭവിക്കണം എന്ന് ദൈവം തീരുമാനിച്ചിട്ടുണ്ട്. 2 കൊല്ലം മുമ്പ് ഈ സുഗതന വല്ല വിലയുണ്ടായിരുന്ന എന്നെ കാണുമ്പോൾ നീ വരെ ഒഴിഞ്ഞു കിടക്കില്ലായിരുന്നു. ക്വാർട്ടർ മേടിക്കാൻ പൈസ വയ്ക്കുമോ, ലോട്ടറി ടിക്കറ്റ് മേടിക്കാൻ പൈസ വയ്ക്കുമോ വെച്ചിട്ട്. ഇന്നിപ്പോൾ ഞാൻ ആ ലോട്ടറി ടിക്കറ്റ് അടിച്ച് കോടികളുടെ മുതലാളിയായപ്പോൾ എന്നെ എല്ലാവർക്കും വേണം. എന്നെ അങ്ങനെ കരുതല്ലേ സുഹൃത്തേന. അല്ല, ഞാൻ നിന്നെ പറഞ്ഞല്ല, പെട്ടെന്നൊരു പുത്തമ്പണക്കാരനായ എൻ്റെ അഹങ്കാരം പറയല്ല ഞാൻ എൻ്റെ അനുഭവം പറയാണ്. എന്നെപ്പോലെ ഞാനും വേറൊരു മതത്തിൽ നിന്ന് പ്രേമിച്ച് കല്യാണം കഴിച്ചാ. മതവും കുടുംബ മതത്തൊക്കെ പറഞ്ഞിട്ട് എൻ്റെ വീട്ടുകാരനെ പുറത്താക്കി, മേരിയുടെ വീട്ടുകാരനെ പുറത്താക്കി. എന്നിട്ട് മേരി കാണിച്ചതോ നോക്കാൻ കഴിവില്ലാത്തവണാണെന്നും പറഞ്ഞ് അവളും ഇന്നിട്ടിട്ട് പോയി. ദൈവം എന്ന് പറയുന്ന ഒരു മുള്ളുണ്ട്. ഇപ്പം ലോട്ടറി അടിച്ച് ഞാൻ കോടീശ്വരനായപ്പോൾ എൻ്റെ വീട്ടുകാർക്ക് മതം പ്രശ്നമല്ല, അവളുടെ വീട്ടുകാർക്ക് മതം പ്രശ്നമല്ല, അവൾക്കും പ്രശ്നമല്ല. ഇപ്പം എല്ലാവരും ഉണ്ട് ഇവിടെ. അതുകൊണ്ട് ഞാൻ പറയണത് എന്താണെന്ന് വെച്ചാൽ, സ്വന്തമായി അധ്വാനിച്ച് കുറച്ച് കാശുണ്ടാക്കാൻ ശ്രമിക്കുക. അപ്പം ഇവരുടെ ഈ മതത്തിൻ്റെ മഞ്ഞളിപ്പൊക്കെ ഉണ്ടല്ലോ, അതാണ് മാറി കിട്ടും. അല്ല സുഹൃത്തേട്ട, ഞാൻ ശ്രമിക്കാഞ്ഞിട്ടല്ല. ഞാൻ എൻ്റെ പരിചയത്തിലും എൻ്റെ കഴിവ് വെച്ചിട്ട് പല ജോലി ഞാൻ നോക്കി. പക്ഷെ അവിടെയൊക്കെ അവളുടെ വാപ്പ വിളിച്ച് മുടക്കിയാണ്. ഞാൻ കള്ളനാണ്, കൊള്ളരാത്തവനാണെന്നൊക്കെ പറഞ്ഞിട്ട്. അല്ല, ഞാൻ ജോലി ചെയ്യാൻ തയ്യാറാണ് സുഹൃത്തേട്ട. എവിടെയെങ്കിലും ജോലി ചെയ്യാൻ തയ്യാറാണെന്ന് പറഞ്ഞപ്പോൾ ജോലി എടുത്തു തരാൻ എൻ്റെ വേണ്ടേ? 2 വർഷമായിട്ടുള്ളൂ ഞാൻ ഈ ബിസിനസ്സൊക്കെ തുടങ്ങിയിട്ട്. അതിനിടയ്ക്ക് ഞാൻ ഫിനാൻസ് കട തുടങ്ങി, പലിശയ്ക്ക് പണം കൊടുക്കലേ, അറിയില്ലേ? അതിന് വിശ്വസ്തരായ 2 പേരാണ് എൻ്റെ കൂടെ. ഇനിയിപ്പോൾ വല്ല പണവും പലിശയ്ക്കാന്ന് സഹായിക്കാന്ന് വെച്ചാൽ അതും പറ്റില്ലല്ലോ. നീ എങ്ങനെ തിരിച്ചടയ്ക്കും? നിനക്ക് എന്ത് വരുമാനമുള്ളത്? പൈസ ഒന്നും വേണ്ട സുഹൃത്തേട്ട. എനിക്ക് എന്തെങ്കിലും ഒരു ചെറിയ ജോലി ഇവിടെ ഡ്രൈവറായിട്ടോ അല്ലെങ്കിൽ ഡ്രൈവർ ഇതിപ്പോൾ കഴിഞ്ഞ മാസമാണ് ഡ്രൈവറെ വെച്ചതെന്ന്. പിന്നെ ഞാൻ ഓരോ സ്ഥാപനങ്ങളും തുടങ്ങുമ്പോൾ അതായിട്ട് ബന്ധപ്പെട്ടവരായിട്ട് ഡിസ്കസ് ചെയ്ത് അവരേനും കൂടി കൂട്ടിയിട്ടല്ലേ ചെയ്യണേ. അല്ല സുഹൃത്തേട്ടന് ഇപ്പോൾ സിനിമാ തിയേറ്റർ വാങ്ങിയാലോ അവിടെ ടിക്കറ്റ് കയറാൻ എന്തെങ്കിലും ഒരു അതൊക്കെ ഇപ്പോൾ അതിനൊക്കെ അവിടെ ആളായിട്ടുണ്ട്. അത് ഞാൻ ആ മത്തായി ആയിട്ട് ഷെയർ, അതായത് മേരി അറിയില്ല എൻ്റെ ഭാര്യ, അവളുടെ കുടുംബക്കാർക്ക് മോറൂർത്തിക്കാരുന്നില്ല, അപ്പോൾ പിന്നാലെ വന്നല്ലോ. അപ്പോൾ അത് അവരായിട്ട് അവരും കൂടിയായിട്ട് ജീവിച്ച് പോക്കോട്ടെ വെച്ചിട്ട് കൂട്ടിയിട്ട് അവരായിട്ടാണ് അപ്പോൾ ആ തിയേറ്ററിൻ്റെ ഇടപെടൽ. അപ്പോൾ അതിൽ ഇടപെടുത്താൻ പറ്റില്ല. പിന്നെ ഇപ്പം നീ കഴിഞ്ഞ ആഴ്ച വന്നിരുന്നെങ്കിൽ ഇവിടുത്തെ ഒരു കാര്യസ്ഥൻ്റെ പണി തന്നായിരുന്നു. ഈ തോട്ടമൊക്കെ നേരാക്കുക, പിന്നെ നമുക്ക് വീട്ടിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ മേടിക്കുക. അപ്പോൾ അതിന് ഒരു അണ്ണാച്ചീനെ വെച്ചേ. ഇനി വല്ല ഒഴിവുണ്ടെങ്കിൽ അതെ, നമുക്ക് പിന്നെ എപ്പോഴും കാണാം. ഇവിടെ പറഞ്ഞ പിന്നെ അതായത് ഈ ശരീരത്തിൽ പഞ്ഞൊക്കെ ഉള്ള ഒരു നായ, അകത്ത് കൂടെ ഒക്കെ വളർത്താൻ പറ്റിയത് വേണം. എനിക്ക് അതിൻ്റെ പേരൊന്നും അറിയില്ല, അങ്ങനെ ഒരു ഒരെണ്ണം മതി. സാറേ എന്നെ മനസ്സിലായോ സാറേ? ഞാൻ ആ മിശ്ര വിവാഹത്തിൻ്റെ ധനസഹായത്തിന് ഒരു അപേക്ഷ തന്നിരുന്നു. മൊയ്തൂക്കാടെ കൂടെ വന്നിട്ട് ഓർമ്മയുണ്ട് കണ്ടിട്ടുണ്ട്. കുറേ ആയി സാറേ, 1-2 കൊല്ലം ആയിപ്പോ. അതെയോ? എൻ്റെ ക്ലിയർ ആയോ സാറേ? ഇല്ല, അത് ആയിട്ടില്ല, അതാവുന്നേ ഉള്ളൂ. നമ്മളെ വേറെ സുഗതൻ എന്ന് പറഞ്ഞൊരു കക്ഷിയുടെ വീട് അന്വേഷിച്ച് വരികയായിരുന്നു ഞങ്ങള്. സുഗതന്റെ വീട് ഇതാണ് സാറേ? അതെ പറഞ്ഞു. അപ്പൊ ഫോൺ വിളിച്ചിട്ടും കിട്ടണില്ല, പിന്നെന്തോ അഡ്രസ്സ് മാറിപ്പോയിട്ടുണ്ട്. അതൊക്കെ മാറി ഇപ്പൊ പുതിയ വീട് വെച്ചല്ല. പുള്ളിക്ക് ലോട്ടറി അടിച്ച് ഇപ്പൊ വലിയ കോടീശ്വരനാണ്. ഓ അത് ശരി. എന്താ സുഗതൻ? ഒന്നുമില്ല, പുള്ളി മുമ്പ് മിശ്ര വിവാഹത്തിന്റെ ഇതിന് വേണ്ടി തന്നിരുന്നേ. അപ്പൊ അതിന്റെ ഇതിപ്പോ പാസ്സായി വന്നിട്ടുണ്ട്. അപ്പൊ അത് കൊടുക്കാൻ വേണ്ടിട്ട് അതൊന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി ആളെ കിട്ടണ്ടേ. അയാൾക്ക് പാസ്സായ? അതെ. ഓ